ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ അടുത്ത 4 വർഷം അതിശക്തമായ നിയമങ്ങളിൽ കൂടെ കടന്നുപോകുക എന്നത് US ജനതയെ സംബന്ധിച്ച് വളരെ കഠിനമാണ്. നിലവിലെ തൊഴിൽ വിപണിയിലെ തടസ്സം, തൊഴിൽ നഷ്ടം, തൊഴിലുടമകൾക്കും അവരുടെ തൊഴിലാളികൾക്കും ഇടയിലുള്ള കുടിയേറ്റ നിർവഹണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നിവയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ട്രംപ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുടിയേറ്റ പദ്ധതികൾ ശക്തമാക്കുന്നതിനായി 18 വർഷം മുമ്പ് നടന്ന ഒരു ഇമിഗ്രേഷൻ റെയ്ഡ് വീണ്ടും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ന്യൂ ബെഡ്ഫോർഡിലെ ജനത. കഴിഞ്ഞ 18 വർഷം മുന്നേ ന്യൂ ബെഡ്ഫോർഡിലെ ഒരു രാവിലെ ഇമിഗ്രേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ റെയ്ഡ് ആധുനിക മസാച്യുസെറ്റ്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയ്ഡ് തന്നെയായിരുന്നു. 18 വർഷം മുമ്പ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ മൈക്കൽ ബിയാൻകോ ലെതർ ഗുഡ്സ് ഫാക്ടറി വളയുകയും അവിടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഓരോ കുടുംബത്തിനും നിരവധി നഷ്ടങ്ങളാണ് ഉണ്ടായത്. ന്യൂ ബെഡ്ഫോർഡിലെ ഓരോ ആളുകളും ഈ നടന്നത് ഒട്ടും ശരിയല്ല എന്ന് ആവർത്തിച്ചു. 361 രേഖകളില്ലാതെ കുടിയേറ്റക്കാരെയാണ് അന്ന് നടന്ന റെയ്ഡിൽ നിന്ന് പിടികൂടിയത്. തുടർന്ന് അവരെ ആഴ്ചകളോ മാസങ്ങളോ തടവിലാക്കപ്പെട്ടു. മോചിതരായ ശേഷം അമേരിക്കയിൽ തുടരാൻ പലരും നീണ്ട കോടതി പോരാട്ടങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അവർ അറിയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവിടെയുള്ള 150ഓളം ആളുകളെ നാടുകടത്തപ്പെട്ടു എന്നാണ്. ഇപ്പോൾ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കാൻ ഒരുങ്ങുമ്പോൾ കൂട്ട നാടുകടത്തലെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നിലവിൽ ബിയാൻകോ ഫാക്ടറി ഇമിഗ്രേഷൻ റെയ്ഡിന്റെയും അവിടെയുള്ള ജനതയും വേദനാജനകമായ ഓർമ്മകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത 4 വർഷം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ജനം ഭയക്കുന്നു. പ്രത്യേകിച്ച് 2 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരിലാണ് ഈ ഒരു ഭീതി ഉണ്ടാവുന്നത്. മസാച്യുസെറ്റ്സിലും 10,000-ലധികം പേർ ന്യൂ ബെഡ്ഫോർഡ് പ്രദേശത്തുമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് 361 ആളുകളെ കണ്ടെത്താനുള്ള സമാനമായ റെയ്ഡ് 2 ലക്ഷം ജനങ്ങളെ കണ്ടെത്താനായി നടത്തുമോ എന്ന ആശങ്കയാണ് ന്യൂ ബെഡ്ഫോർഡ് ജനതയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഠിനമായ സമയങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് കുടിയേറ്റ അഭിഭാഷക ഗ്രൂപ്പായ സെൻട്രോ കമ്മ്യൂണിക്കേറ്റേറിയോ ഡി ഡ്രാബജ ഡോറസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്രിയാൻ വെഞ്ചുറ പറയുന്നത്. അവരിൽ പലരും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരാണ്. ഇവരെ നാടുകടത്തുക എന്നതാണ് അടുത്ത ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ എന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് രേഖകളില്ലാത്ത തൊഴിലാളികളായിരുന്ന ഗ്വാട്ടിമാലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരനായ വെഞ്ചുറ അഭിഭാഷകരുടെയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുടെയും പേരും നമ്പറും അച്ചടിച്ച 100 കണക്കിന് കാർഡുകൾ കൈമാറി. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പരുക്കനായി കൂട്ടിച്ചേർത്തത്. ആദ്യത്തെ ട്രംപ് ഭരണകൂടം വർക്ക്സെറ്റ് എൻഫോഴ്സ്മെന്റ് വേഗത്തിലാക്കി. ടെന്നസി, ഒഹായോ, മിസിസിപ്പി, ടെക്സസ് എന്നിവിടങ്ങളിൽ ഇറച്ചി പാക്കിംഗ്, കോഴി, മറ്റ് പ്ലാന്റുകൾ എന്നിവയിൽ നടത്തിയ റെയ്ഡുകളിൽ 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. ബൈഡൻ ഭരണകൂടം ആ റെയ്ഡുകൾ അവസാനിപ്പിച്ചു. എന്നാൽ ട്രംപും അദ്ദേഹത്തിന്റെ സഹായികളും ഗതി മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തു. രാജ്യത്ത് തുടരാനുള്ള അനുമതിയില്ലാത്ത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് ജോലി സ്ഥലങ്ങളിൽ കൂട്ട അറസ്റ്റുകൾ ആവശ്യമാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. അതേസമയം പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ 2ാം ഭരണകാലത്ത് നടന്ന 2007-ലെ റെയ്ഡിലെ ഏജൻസിയുടെ നടപടികളെ ICE ഉദ്യോഗസ്ഥർ ന്യായീകരിച്ചു. അക്കാലത്ത് ബോസ്റ്റണിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ചുമതലയുള്ള പ്രത്യേക ഏജന്റായ ബ്രൂസ് ഫുക്കാർഡ് ട്രേഡ് സംഘടിപ്പിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്നും മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി കർശനമായി നടത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത തൊഴിലാളികൾ നിയമം ലംഘിക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ ബുഷ് ഭരണകൂടം രാജ്യത്തുടനീളം സമാനമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഈ കൂട്ട അറസ്റ്റുകളുടെയും കൂട്ട നീക്കങ്ങളുടെയും ഞെട്ടലും ഭയവും അവർ മുന്നേ കണ്ടതായും അദ്ദേഹം പറഞ്ഞു.